ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മൾ ചാരിറ്റിയിൽ ഒരാളെ കാണാൻ പോവുകയാണ്. ക്രൗൺ ഫണ്ടിങ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റാണ് നമ്മളെ ട്രസ്റ്റിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവൾക്ക് തൊണ്ടയ്ക്ക് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാരിറ്റിയിൽ നിന്ന് ഒരു സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരത് നമ്മളെ കയ്യിലെത്തിച്ച് അത് കൈമാറാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ അവളെ വീട്ടിലെത്തി. നമുക്ക് നാല് കോളിംഗ് ബെല്ലാം അടിച്ച് സുമി ബെല്ലടി. ഇവിടെ അല്ലേ പുറത്ത്? അപ്പോൾ ഇതാണ് നമ്മൾ ചാരിറ്റിത്തെ ജോയിൻറ്റ് സെക്രട്ടറി കേട്ടോ. നമ്മളെ കാളികാവിലാണ്. അപ്പോൾ അവർക്ക് സുഖം ഉണ്ടായില്ല. അപ്പോൾ അവിടെ വന്നാണ്ട് ഒരു കഴുത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണ്ട് നമ്മളവിടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പം എങ്ങനെ ഉണ്ടടി? എങ്ങനെ ഉണ്ടോ വെച്ചാൽ വർത്താനൊക്കെ പറയുമ്പോഴേ ഒരു വിക്കലാണ്. വിക്കലോ? കൂടുതലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേദന. ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഫുഡ് കുറച്ചൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, എന്നാലും വേദന മാറിയിട്ടില്ല. ഇനി എന്താണ് ഡോക്ടറെ കണ്ടത്? ഇനി അടുത്ത മാസം 28-ാം തീയതിയാണ് പോകേണ്ടത്. അപ്പൊ എന്ത് ചെക്കപ്പ് ഒക്കെ അവ ചെയ്തല്ലേ? ഇപ്പൊ രക്തം നോക്കി കാൽസ്യം കമ്മിയാണ്. അങ്ങനെ കാൽസ്യത്തിനുള്ള ഗുളിക കുടിക്കണം. പിന്നെ 7 ദിവസം 100-ന്റെ ഗുളിക തന്നു. ആ 7 ദിവസം കുടിച്ചു തീർന്നു. ഇനി 150-ന്റെ ഗുളികയാണ് കുടിക്കാനുള്ളത്. അതിപ്പോ വാങ്ങി. നോർമൽ ആകുന്നുണ്ടോ തൈറോയ്ഡൊക്കെ? അത് ഇനി അടുത്ത മാസം നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പോണ്ട്. പിന്നെ പണിക്കൊന്നും ഇപ്പൊ ഇനി ഇറങ്ങാനും പറ്റൂല. എത്ര മാസമാണ് ഇപ്പൊ നമുക്ക് പണിക്കൊക്കെ പോവാതൊക്കെ? എത്ര റെസ്റ്റ്? 6 മാസം റെസ്റ്റ് പറഞ്ഞിട്ടില്ലേ? പിന്നെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എല്ലാം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുന്നു. ഇനി പോയിട്ട് ഇനി അടുത്ത മാസം 28-ാം തീയതി പോകണം. ആ 28-ാം തീയതി പോയിട്ട് ഇനി പിന്നെ ഒരു സ്കാനിങ് ഉണ്ട്. ആ സ്കാനിങ്ങിന് അന്നേ ഡേറ്റ് തരുള്ളൂ. അതിന്റെ റേറ്റ് എങ്ങനെ, ചാർജ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ സ്കാനിങ് 5000. പുറത്തുനിന്ന് 7. പുറത്തുനിന്ന് അവിടെ ആയതുകൊണ്ട് 5 അല്ലേ? അപ്പൊ പണിക്കും പോകാൻ പറ്റില്ല. പണിക്കും പോകാൻ പറ്റൂല. ചെലവിനൊക്കെ ഇപ്പൊ എന്താണ്? എങ്ങനെ ചെലവിന് അങ്ങനെ പോകുന്നുണ്ട്. വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുന്നേരെ അങ്ങനെ എന്തെങ്കിലും സഹായം ഉണ്ടായോ? മഹലിന്ന് 1000 റുപ്യ കൊടുന്നു. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെലവ് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. മകള് ഇനിയിപ്പോ എന്താണ് സ്കൂളിൽ? അങ്ങനെ സ്കൂളിൽ ചേരണം. ഞായറാഴ്ച ഒരു പരീക്ഷ ഉണ്ട്. അതിന് നമ്മളൊരു 500 റുപ്യയുടെ കൊടുക്കണം. പിന്നെ ഒരു 30 അവിടെ ആദ്യം കട്ടണം. 30,000. അതിനെന്താ ചെയ്യണത്? അതിനൊന്നും ചെയ്യാനില്ല. ആ ഒരു ഇതിലാണ്. ഇനിയിപ്പോ ഓളപ്പല്ലോലൊക്കെ കിട്ടി. ഇനി ഞാൻ 5000 റുപ്യ അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചുങ്ങാണ്ട് കൊടുത്തു. ഇനി 25 ഇനി ഉണ്ടാക്കണം. അങ്ങനെ പോകുന്നുണ്ട്. അത് ആകെ 30ആണോ? അത് ഒരു വർഷത്തേക്കാണോ? 6 മാസത്തേക്കാണോ? 30 1 ലക്ഷം റുപ്യാണ് ഫീസ്. നമ്മള് ഫസ്റ്റ് അടവ് 30 അടക്കണം. പിന്നെ അവിടെ ചേർന്നിട്ട് 6 മാസം കൂടുമ്പോ 10 ആണെങ്കിൽ 10, 20 ആണെങ്കിൽ 20, അങ്ങനെ അടച്ച് ഈ 2.5 വർഷത്തിന്റെ ഉള്ളിൽ ഇത് അടച്ചു തീർക്കണം. അങ്ങനെയാണല്ലേ? ഇതിപ്പോ എന്താണ്? എന്ത് ഓള് പിന്നെ ഊട്ടി എത്ര? 5 വർഷത്തെ? അല്ല, 2.5 വർഷത്തെ. +2 കഴിഞ്ഞിട്ട് കയറാണ്. ക്ലാസ് ഇപ്പൊ തുടങ്ങാവല്ലേ? ക്ലാസ് അടുത്ത മാസം മുതൽ തുടങ്ങൂല്ലേ? ആരെങ്കിലും പഠനത്തിനൊക്കെ സഹായിക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. ഒരു ഉപകാരേനി. പഠനത്തിന് സഹായം തരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരുന്നു മുന്നോട്ട് പോകാൻ. അപ്പൊ ഇവളെ കാര്യങ്ങളെല്ലാരും കേട്ടല്ലോ. ആരൊക്കെ ഉണ്ടെങ്കിലും കഴിവുണ്ടെങ്കിൽ മകളെ പഠിപ്പിച്ചാലോ ഫണ്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അവർക്ക്. അപ്പോ നിലവിലിപ്പോ കുറച്ച് ലോണ് കിടക്കണ്ടല്ലോ എൻ്റെ 5 ലക്ഷത്തിന്റെ ലോണ്. അതിപ്പോ എങ്ങനെയാ കിടക്കുന്നത്? ജപ്തി ഒക്കെ ആയിട്ട് ഇപ്പൊ എന്തായിക്കണ്? ജപ്തി ആയിട്ട് ഇപ്പൊ നോട്ടീസ് വന്നു എന്നോട്. പിന്നെ സഹകരണ ബാങ്കിൽ നിന്നാണ് ഞാൻ ലോൺ എടുത്തത് പെര കയറ്റാൻ വേണ്ടിയിട്ട്. എത്ര വർഷമായി? ഇപ്പൊ 5 വർഷമായി.
അപ്പോൾ ഈ കൊറോണൻ്റെ ഇതിൽ അങ്ങനെ ഇട്ട് വീണും ചെയ്തു. അടിച്ച് 3:30 കഴിഞ്ഞ്. പിന്നെ എന്നെ കൊണ്ട് അടക്കാൻ കഴിയൂല. പിന്നെ ഇപ്പം ഞാനീ പണി എടുത്തിട്ട് പിന്നെ എനിക്ക് പണി ഉണ്ടാവില്ല, എപ്പോഴേലും പണി ഉണ്ടാവും. പിന്നെ കിട്ടണതിനനുസരിച്ച് ഞാൻ ചിലവിനില്ലാതെ ഞാൻ അങ്ങനെ അടച്ചു പോകും. എന്നാലും അതയക്ക് നീങ്ങണില്ല. പിന്നെ ഭർത്താവാണ്, മൂപ്പരാണെങ്കിൽ അങ്ങനെ ഒരു സഹായമൊന്നുമില്ല. അങ്ങനത്തെ ഇതിൽ പോകുന്നുണ്ട്. ഫുള്ള് രണ്ടാമത്തെ ഇതിലല്ല കല്യാണല്ലേ? രണ്ടാമത്തെ കല്യാണം. മൂപ്പർക്കാട് പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലേ? ഇവിടെ വന്നെങ്കിൽ വരും, എപ്പോഴേലും വരും. അപ്പൊ ഇപ്പൊ നിലവിൽ ബാങ്ക് എന്താ പറയണത്? ഇപ്പൊ ബാങ്ക് എന്താ പറയണെന്ന് വെച്ചാല് ഒരു അദാലത്ത് വെച്ചിനി. ആ അദാലത്ത് അന്നാണ് എനിക്ക് ആ നോട്ടീസ് വൈകുന്നേരം കിട്ടണത്. പിന്നെ അന്ന് 10 മണിക്കാണല്ലോ അത്. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ ചെന്നാലും ഞമ്മക്ക് എന്ത് കണ്ടിട്ടാണ് അല്ല, വൈകുന്നേരമാണ് ആ നോട്ടീസ് ഇവിടെ കിട്ടണത്. അപ്പൊ അന്ന് 10 മണിക്കാണല്ലോ അദാലത്ത് ഉള്ളത്. അപ്പൊ ആ അദാലത്തിന് ഹോസ്പിറ്റലിലാണ്. അന്ന് ഞാൻ ഹോസ്പിറ്റലിലല്ലേ. അപ്പൊ അതിന്റെ കാര്യം ഇപ്പൊ എത്ര ഓൾറെഡി ഇപ്പൊ എത്ര പെൻഡിങ്ങിലാണ്? ഓൾറെഡി 5 ഉണ്ട്. വീണ്ടും അത് 5 ആയി കിടക്കാണ്. അപ്പൊ അടച്ചതൊന്നും ഇപ്പൊ കാണാനില്ല. അപ്പൊ അതങ്ങനെ മകളെ പഠിപ്പ്, ജോലിക്ക് പോകാൻ ഈ പെരീന്ന് എവിടേക്ക് ഇറങ്ങും ആ ഒരു അവസ്ഥയിലാണ്. കൊറേ ഞാൻ വാടകക്ക് നടന്ന് അവസാനം കിട്ടിയതാണ് ഒരു പെര. ഇതിന്ന് ഇറങ്ങേണ്ടി വന്നാ പിന്നെ വേറെ വഴിയില്ല. പിന്നെ അതിന് വാടക കൊടുക്കാനും വേറെ വഴിയില്ലല്ലോ. എന്തേലും നമുക്ക് വഴികൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് സഹായിച്ചിട്ടെങ്കിലും നമ്മളിതൊന്ന് രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ എന്റെ ഈ ജപ്തിന്റെ ഇതിൽ സഹായിച്ചു കിട്ടിയാൽ മതി. പണി എടുത്ത് വീടിന്റെ സംഖ്യയല്ല. രണ്ടാമത് പണി എടുക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാം പാടായൊരു ഷുഗർ. അങ്ങനെ ഷുഗർ ഇപ്പൊ എത്രയിലാണ്? ഷുഗർ 300, 400. ആ ഒരു ഇതിന് കൊറേ ഇങ്ങനെ ടെൻഷൻ കൂടുമ്പോ ഷുഗർ കൂടും. അങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണല്ലേ. അപ്പൊ നമ്മള് ചാറ്റിന്ന് കിട്ടിയ ഫണ്ട് നമ്മൾ റബീനാക്ക് കൈമാറാട്ടോ. ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ വീട്ടിലിരിക്കും വേണം, പിന്നെ തുടർന്ന് ചികിത്സ വേണം. അപ്പം അതിനൊന്നും ഈ ഫണ്ടൊന്നും തികയില്ല. എന്നാലും ചാറ്റിൽ കഴിയണ ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റബീനാക്ക് മകളെ പഠനത്തിന് 2.5 വർഷത്തേക്ക് 1 ലക്ഷം രൂപയാണ് വേണ്ടത്. അതിന് അവർക്കിപ്പോൾ ഒരു വഴിയും കാണാനില്ല മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഇവർക്ക് സഹായിക്കാൻ പറ്റണവരുണ്ടെങ്കിൽ ഇവരെ നമ്പർ നമ്മൾ കൊടുക്കുക. കഴിയണത് സ്ഥാപനത്തേക്ക് കൊടുത്താലും മതി. എന്നാൽ കുട്ടീൻ്റെ പഠനം മുന്നോട്ട് പോകാമല്ലോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കുമെന്ന് വിചാരിക്കണേ. അതേപോലെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ.